ചെമ്മരത്തൂരിൽ വെച്ച് വിദ്യാർത്ഥികളെയും അധ്യാപകനെയും ആക്രമിച്ചതായി പരാതി. പരുക്കേറ്റവർ വടകര ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് സംഭവം നടന്നത്. പ്രിൻസ് ടയേഴ്സ് ആൻഡ് വീൽസ്, ജെടി റോഡ്, വടകര. വാഹന ഉടമകളുടെ വഴികാട്ടി, 23 വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം. ചെമ്മരത്തൂരിൽ ഇന്നലെ വൈകുന്നേരമാണ് സംഭവം നടന്നത്. ഒരു സംഘം റോഡിൽ ഭീകരത സൃഷ്ടിക്കുകയും വഴിയാത്രക്കാരായ സ്ത്രീകൾ ഉൾപ്പെടെ വിദ്യാർത്ഥികളും സെൻസസ് ഡ്യൂട്ടി കഴിഞ്ഞു വരുന്ന അധ്യാപകനും ആക്രമണത്തിനിരയായി. ഇരുമ്പ് കമ്പിയും പട്ടികയും ഉപയോഗിച്ച് ആക്രമിക്കുകയാണ് ഉണ്ടായത്. പരിക്ക് പറ്റിയ സ്ത്രീയും മകനും മറ്റുള്ളവരും വിവിധ ഹോസ്പിറ്റലുകളിൽ ചികിത്സയിലാണ്. ചെവിക്ക് പരിക്ക് പറ്റിയ ആര്യന്നൂർ സ്വദേശിയായ വിദ്യാർത്ഥിയെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സ്കൂൾ അധ്യാപകനായ അർഷാദ് മാസ്റ്റർ സെൻസസ് ഡ്യൂട്ടി കഴിഞ്ഞു വരുന്ന വഴി ചെമ്മരത്തൂർ കറ്റോടി സ്കൂളിനടുത്ത് വച്ചാണ് ആക്രമണത്തിനിരയായത്. വൈകുന്നേരം ക്രിക്കറ്റ് കളി കഴിഞ്ഞ് തോടന്നൂർ സായി സ്ക്വയർ റോഡിൽ നിൽക്കുകയായിരുന്ന തോടന്നൂർ സ്വദേശികളായ വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രോശിച്ചെത്തിയ സംഘം അവരെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ള സന്ദർശിച്ചു. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പാറക്കൽ അബ്ദുള്ള പറഞ്ഞു. ഇങ്ങനെ എത്ര കാലാണ് ഒരു പ്രദേശത്ത് ഇങ്ങനെ ഇവരുടെ അടിമത്തം പോലെ ജീവിക്കാൻ സാധിക്കുക? മക്കളെയൊക്കെ ഇങ്ങനെ സ്ഥിരമായി തല്ലുന്ന ഒരു ഏർപ്പാടാണ് പലപ്പോഴും. അപ്പൊ ഇതിന് അറുതി വരുത്തിയാൽ മതി. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, കൃത്യമായി കേസെടുത്ത് ഈ ക്രിമിനലുകളെ കൽത്തുറുകിലടക്കണം, നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. കാലമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നീതി നടപ്പിൽ ഒരു ഞങ്ങൾക്കായി എന്തൊക്കെ ഒരു ഫേവർ ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ ഈ മക്കൾക്ക് നാളെ സ്കൂളിൽ കോളേജിൽ മര്യാദയ്ക്ക് പോകാനുള്ള അവസരം ഉണ്ടാവണം. അവിടെ നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാവണം. ഇങ്ങനെ ക്രിമിനലുകൾ അഴിഞ്ഞാടിയാൽ ഞങ്ങൾക്ക് പകരം ചെയ്യാൻ അറിയായിട്ടല്ല. നാട്ടിൽ സമാധാനം വേണം, നാട്ടിൽ കുഴപ്പമുണ്ടാവരുത്. ഏതെങ്കിലും 4-5 ക്രിമിനലുകൾ ചെയ്യുന്നതിന് നാട്ടിൽ മൊത്തം അതൊരു ഒരു അപകടകരമായ ഒരു അവസ്ഥ ഉണ്ടാക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. അതുകൊണ്ട് അതൊരു ദൗർബല്യമായി കാണണ്ട. പോലീസ് ശക്തമായ രീതിയിൽ നടപടിയെടുക്കണമെന്നാണ്. ആരൊക്കെയാണോ പ്രതികൾ, ആ പ്രതികളുടെ ലിസ്റ്റ് വളരെ കൃത്യമായി വീഡിയോയിലുണ്ട്. അവിടെ CCTV ദൃശ്യവുമുണ്ട്. ഈ ഗുണ്ടകളെയൊക്കെ കൃത്യമായി കാണുന്നുണ്ട്. അവരെ ആയുധവുമായി കയ്യിലേന്തിക്കൊണ്ട് തല്ലുന്ന ദൃശ്യങ്ങളും. അപ്പൊ അതുകൊണ്ട് ശക്തമായ നടപടി പോലീസിന്റെ ഭാഗത്തുണ്ടാകണം എന്നാണ് ഞാൻ. ന്യൂസ് ബ്യൂറോ, മീഡിയ, വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.